പഴയ നിയമത്തിൽ ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകി ഈ ഭൂമിയെ സ്നേഹത്തിൻ്റെ ഒരു കഥ പഠിപ്പിച്ചു. മനുഷ്യരത് വ്യാഖ്യാനിച്ച് എണ്ണം കൂട്ടുകയും അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കുകയും ചെയ്തു. പിന്നീട് പുതിയ നിയമത്തിൽ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ആ സ്നേഹത്തെ രണ്ടായി ചുരുക്കി, ദൈവസ്നേഹമെന്നും മനുഷ്യസ്നേഹമെന്നും. ഇതിനപ്പുറത്തേക്ക് ഇനിയൊരു സ്നേഹത്തിന് സാധ്യതയില്ല എന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ച ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ഒരു ക്ലോസും കൂടി വച്ചതിങ്ങനെയാണ്: എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. യേശുവിനെ പലരും വ്യാഖ്യാനിച്ചത് നിയമങ്ങൾ എഴുതാത്തവനെന്നാണ്, നിയമങ്ങൾ പാലിക്കാത്തവനെന്നാണ്, നിയമങ്ങൾ ഇഷ്ടപ്പെടാത്തവനെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. യേശുവിൻ്റെ ജീവിതം വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും. യഹൂദരുടെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചും അതിനെയൊക്കെ ആദരിച്ചും ബഹുമാനിച്ചും പോകുന്ന ഒരാളാണ് ക്രിസ്തു. പക്ഷേ മനുഷ്യർ വ്യാഖ്യാനിച്ച ചില നിയമങ്ങളിലെ സ്നേഹമില്ലായ്മയെ അവൻ ചോദ്യം ചെയ്തു. നിയമങ്ങളിലെ സ്നേഹത്തിൻ്റെ കുറവിനെ അവൻ നിറവുള്ളതാക്കി മാറ്റി. അത് മാത്രമായിരുന്നു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം: നിയമത്തിന് അതിൻ്റേതായ മനോഹാരിതയുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ നിയമത്തിന് കൽപ്പന എന്നുകൂടി അർത്ഥമുണ്ട്. കൽപ്പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് അതിൽ തന്നെ ചെയ്യപ്പെടേണ്ടതാണ്. ഒരാൾക്കും അതിലൊരു എക്സെപ്ഷനില്ല. ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഒരു റോഡിൽ എല്ലാവരും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെഡ് സിഗ്നൽ വരുമ്പോൾ എല്ലാ വാഹനം ഓടിക്കുന്നവരും നിർത്തണമെന്നുള്ളത് എല്ലാവർക്കുമുള്ളൊരു ബാധ്യതയാണ്. അതിൽ നിന്ന് ആർക്കും അങ്ങനെ ഒഴിഞ്ഞുകൂടാനൊന്നും പറ്റില്ല. എല്ലാവർക്കും തുല്യമായി നൽകപ്പെട്ട ചില നിയമങ്ങൾ പോലെ എല്ലാവർക്കും തുല്യമായി ക്രിസ്തു നൽകിയൊരു നിയമത്തിൻ്റെ കഥയാണ് സ്നേഹം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഒഴിച്ചുകൂടാൻ കഴിയാതെ എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം ഒന്നു ചേരണമെന്നും ക്രിസ്തു ഈ ഭൂമിയിൽ ഷടിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. പ്രിയമുള്ളവരെ, യേശു തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തിൻ്റെ കഥയാണ്. ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അയാൾ അവസാനം എന്ത് സംസാരിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ജീവിതാവസാന യാത്രക്കിടയിൽ ഒരായുസ് മുഴുവനും അയാൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒറ്റ വാക്കിൽ പറയും. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ ഭൂമിയോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, അവരവസാനം ഈ ഭൂമിയിൽ എന്ത് പറഞ്ഞിട്ട് പോയി എന്നുള്ളത് എല്ലാവർക്കും ഒരു അത്ഭുതകരമായ ചോദ്യമാണ്. അവസാനം അയാൾ ആരോട് സംസാരിച്ചു? അവസാനം അയാൾ എന്ത് സംസാരിച്ചു? എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോയി? ഒരായുസ് മുഴുവനും അയാൾ എന്തിനു വേണ്ടിയാണോ ഓടി നടന്നത് അത് അവസാനത്തെ ഒറ്റ വാക്കിൽ ചുരുക്കി അയാൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ അവസാനം തൻ്റെ ശിഷ്യന്മാരോട് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചതും പറഞ്ഞതുമായ ഒരു കാര്യം സ്നേഹത്തിൻ്റെ കഥയാണ്. ഇങ്ങനെ സ്നേഹത്തെ ക്രിസ്തു കൽപ്പനയായി വ്യാഖ്യാനിച്ച് ഇന്ന് ഈ ഭൂമിക്ക് നൽകുമ്പോൾ നമുക്കും നൽകപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു ധ്യാനചിന്ത ഇതാണ്: നമുക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരു എക്സെപ്ഷനുമില്ലാതെ എല്ലാവരും ഈ ഭൂമിയിൽ സ്നേഹിക്കണം. സ്നേഹമായി മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സ്നേഹത്തിന് ഒരു കുറവും വരുത്താത്ത മനുഷ്യർക്കിടയിൽ ദൈവം ഏറ്റവും മനോഹരമായി ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.